വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ള നിറത്തിലുള്ള നീളത്തിരിക്കുന്ന നമ്മുടെ പിന്നെ ഇതുണ്ട്, മുള്ളങ്കിയല്ല വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നീളത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏത്തക്കയാണ് 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നു. 3 ഏത്തക്കയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമുക്കൊന്ന് വെന്ത് വരട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വേകാൻ വേണ്ടി നമുക്ക് വെക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഒത്തിരി വേണ്ട, നമുക്ക് ഒരു ഞെങ്ങുന്ന പരുവത്തിൽ വെന്താൽ മതി. അധികം വെള്ളം ഒഴിക്കണ്ട. ഈ വഴുതനങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ ഉള്ളത് ഒരു 4-5 കഷ്ണം കാന്താരിയാണ്. ഇത്രയും നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിന് അരപ്പ് തയ്യാറാകും. ഇടിയോലിലാണ് ഞാനിത് ചതയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഉള്ളിയും നമ്മുടെ കാന്താരിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയ, ഒരു നുള്ള് ജീരകം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. നല്ലപോലെ ഒന്നും അരയണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വാഴയ്ക്കായും വെള്ള നമ്മുടെ പടവലങ്ങ പോലെ നീളമുള്ള ഇതും എന്തുമായിരുന്നു വഴുതനങ്ങ എന്ന് നമുക്ക് പറയത്തില്ല. നമ്മൾ എന്തുമായിരുന്നു മുള്ളങ്കീന്നോ എന്തോ നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു വെള്ളം ഇത്രയും പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വെള്ളം, ഇച്ചിരിയും കൂടെ വെള്ളം പറ്റാറുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ അരപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊത്തി വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മുകളിലേക്ക് ആക്കാം. അരപ്പ് ഏറ്റവും അടിയിലേക്ക് പോയി നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് വെക്കാം. ഒരു ആവി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തട്ടിപ്പൊത്തി വെച്ചു. ഓക്കെ, ഇനി ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. തുറന്ന് നോക്കാം. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ സ്റ്റൗ ഞാൻ കറണ്ടിലാണല്ലോ ഉണ്ടാക്കുന്നത്. അത് നോക്കി ചെയ്തു. നമ്മുടെ അടിപൊളി ഇവിടുത്തെ വാഴയ്ക്ക പ്ലസ് വഴുതനങ്ങ മുള്ളങ്കി തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാൻ. ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് ഒരു തുള്ളി പച്ചവെള്ളം, 1 സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് പച്ചവെളിച്ചെണ്ണ, CBCയുടെ കോക്കനട്ട് ഓയിൽ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഓക്കെ,
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. രുചികരമായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഞാനതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് കാണിക്കാം. ചൂടോട് തന്നെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അതിരുചികരമായ ഒരു ഫോമാണ്. ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.